വല്ല വിധേനയും ഞാൻ എണീറ്റ് പെട്ടെന്ന് എന്തോ ഒരു മിന്നൽ പോലെ എൻ്റെ പുറവും ദേഹവും എല്ലാം കൂടെ അങ്ങ് എൻ്റെ കാലൊക്കെ അങ്ങ് തളർന്ന് എനിക്ക് തോന്നുന്നു കാലൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥ. അദ്ദേഹം വളരെ കാര്യമായിട്ട് എന്നെ നോക്കുകയും എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വീട് കായംകുളം. അവിടുന്ന് സുജാ പ്രേം എൻ്റെ പേര്. ഞാൻ നേരത്തെ അശ്വിൻ ഡോക്ടറുടെ പേഷ്യൻ്റ് ആയിരുന്നു. ഒരു ചെറിയ സ്ട്രോക്ക് പോലെ വന്ന് അത് കഴിഞ്ഞിട്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് 2 മാസം കഴിഞ്ഞത്. അങ്ങനെ ഒരു കഴിഞ്ഞ 15-ാം തീയതി ഈ 15-ാം തീയതി രാവിലെ ഞാനും ആൻറ്റിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എണ്ണിക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിൽ എണ്ണിക്കാൻ പറ്റുന്നില്ല. വല്ല വിധേനയും ഞാൻ എണ്ണീറ്റ് പെട്ടെന്ന് എന്തോ ഒരു മിന്നൽ പോലെ എൻ്റെ പുറവും ദേഹവും എല്ലാം കൂടെ അങ്ങ് എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ വല്ല വിധേനയും അവിടെ നിന്നിട്ട് ഞങ്ങൾ സായിബാബയെ വിശ്വസിക്കുന്നുണ്ട്. അവിടെ സായിബാബയുടെ ഭസ്മം എടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ വായിലിട്ടു. അവിടുന്ന് ആ ബെഡ്റൂമിൽ തന്നെ കയറി അവിടെ ഇരുന്ന് ഞാൻ കിടക്കണോ ഇരിക്കണോ. അപ്പം ഫോൺ എടുത്തിട്ട് ആ ഹസ്ബൻഡിനെ വിളിച്ചപ്പം ഫസ്റ്റ് ബെല്ലിനെ അതിനകത്ത് കേട്ടു. അപ്പം പറയാം എന്താ പറഞ്ഞാൽ എനിക്ക് വയ്യ, എന്തുവാന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് അന്നും പറഞ്ഞാൽ വിഷമിക്കേണ്ട, അതിനൊപ്പം വരാമെന്ന് പറഞ്ഞു. അപ്പം അയലത്തെ വീട്ടിൽ ആശയെന്ന് പറഞ്ഞാൽ അതിനെയും വിളിച്ചു. അപ്പോൾ അത് ഓടി വന്നിട്ട് എനിക്ക് ദേഹം തടകുന്നു, തിരുമ്പുന്നു, ബാം എടുത്തിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എനിക്കൊന്നും എൻ്റെ കാലൊക്കെ അങ്ങ് തളർന്ന് എനിക്ക് തോന്നുന്നു കാലൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥ. ഈ ബാക്ക് സൈഡൊക്കെ അങ്ങ് പെരുത്തിട്ട് എന്തോ ചെയ്യണം. വല്ല വിധേനെ ആൻറ്റി ഓടി വന്ന് രണ്ടുപേരും കൂടെ എന്നെ ഒരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അപ്പോഴത്തേക്ക് എനിക്ക് നടക്കാൻ വയ്യ, കാലിങ്ങനെ എഴയും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എന്നെ എടുക്കാൻ വയ്യ, ഞാൻ എഴഞ്ഞോളാം. എന്നിട്ട് ഇദ്ദേഹം അപ്പോഴത്തേക്ക് വന്ന് എന്നെ കാറ് തിരിച്ച് നമ്മുടെ വാതിലിൻ്റെ ഓട്ട് കയറ്റിയിട്ടിട്ട് ബാക്ക് ഡോർ തുറന്ന് എന്നെ എടുത്തവരെല്ലാവരും കൂടെ കയറ്റി ആ ബാക്ക് ഡോറിൽ കിടന്ന് കാലൊക്കെ അങ്ങ് ഈ കാലില്ലാത്ത അവസ്ഥ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ വന്ന് നേരെ എമർജൻസി വാർഡിൽ കയറ്റി. അവിടെ കയറ്റി പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ അന്ന് തന്നെ 3 MRI സ്കാൻ എടുത്തു, CT സ്കാൻ എടുത്തു. അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഒരു മാംസപ്പിണ്ടം എൻ്റെ കാലിങ്ങനെ ആടുന്നത് പോലെ. അപ്പം പുറത്തെ വേദനയൊക്കെ കുറഞ്ഞു. അപ്പം ഡോക്ടർ കുറേയൊക്കെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 3ാമത്തെ സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കൺഫേം ആക്കിയത്. രാത്രി തന്നെ 15-ാം തീയതി രാത്രി 12:20 ആയപ്പോൾ ഓപ്പറേഷന് കയറ്റി. അങ്ങനെ അവിടെ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരിക്കലും നടുവേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഒരു സ്ട്രോക്കിൻ്റെ പ്രശ്നമുണ്ട്, അതുമായിട്ടൊരു ബന്ധമില്ലെന്നാണ് ശ്രീനാഥ് ഡോക്ടർ പറഞ്ഞത്. അദ്ദേഹം വളരെ കാര്യമായിട്ട് എന്നെ നോക്കുകയും എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. ദൈവത്തിന് തുല്യമായിട്ടാണ് ഡോക്ടറെ ഞാൻ കാണുന്നത്. കാര്യം അദ്ദേഹം ഒത്തിരി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. പിന്നെ രാവിലെ 7 മണി 7:30 ആയപ്പോൾ പിന്നെ ICUവിൽ ഒരു ദിവസം കിടന്നു. ഡോക്ടർ രാത്രി വന്നിട്ട് പറഞ്ഞു ഫുഡ് കഴിക്കുമോ, എന്തെങ്കിലും ചെയ്യാം എന്നേരം പറഞ്ഞ് അങ്ങനെ പിന്നെ 10 ദിവസത്തോളം ഞാൻ ഇവിടെ അഡ്മിറ്റായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവിടുന്ന് ഡിസ്ചാർജായി പോയത്. ഇന്ന് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഒരു ചെറിയൊരു ബലക്കുറവുണ്ടെന്നേ ഉള്ളൂ.